അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒന്ന് രണ്ട് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സുഹൃത്ത് എനിക്ക് ആ പാട്ട് അയച്ചു തന്നു. ഞാനതൊന്ന് കേട്ടു നോക്കി. ഈ സമുദായത്തിന് വന്നടഞ്ഞ ഈ ഒരു ദുരന്തമോർത്ത് സത്യത്തിൽ എൻ്റെ കൽബ് പൊട്ടിപ്പോയി. ഒരു മുസ്ലിം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുഫറിൻ്റെ വാചകമാണ് ആ പാട്ടിലുള്ളത്. എന്താണ് ആ പാട്ടിലുള്ളതെന്നറിയോ? മടവൂരാര പടച്ചോനാണോ? ചോദിച്ചവനോട് നീ ചൊല്ല്. എന്താ നീ ചൊല്ലേണ്ടത്? അതേ, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ. നഊദു ബില്ലാ. തനിച്ച കുഫർ. സഹോദരങ്ങളെ, എത്രമാത്രം വലിയൊരു അപകടത്തിലേക്കാണ് ഈ ആളുകൾ ചെന്ന് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഈ കുഫർ ഈ സമുദായത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് മുസ്ലിയാക്കന്മാർ. ഇത് വ്യാപകമായ നിലക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നു പലരും. എന്നിട്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തടിയൂരണമല്ലോ, രക്ഷപ്പെടണമല്ലോ. എന്നിട്ട് അവർ പറയാൻ ശ്രമിച്ചത് എന്താണെന്നറിയോ? അതൊക്കെ സലഫികൾ, വഹാബികൾ കെട്ടിയുണ്ടാക്കി ഞങ്ങളുടെ മേൽ ആരോപിക്കുന്നതാണ്, ഞങ്ങൾക്കതിനോട് യാതൊരു ബന്ധവുമില്ല, അത് കുഫറാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ചില ശ്രമങ്ങൾ ചില മുസ്ലിയാക്കന്മാർ നടത്തി നോക്കി. പക്ഷേ അത് പാളിപ്പോയി. അവർക്ക് പിന്നീട് ഇളിഭ്യരായി മാറേണ്ടി വന്നു. ഇവരുടെ ആശയധാരയിൽ നിന്ന് തന്നെയാണ് ഈ പാട്ട് വന്നത് എന്ന്, അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുകയും അതേത് മുസ്ലിയാരാണ് എഴുതിയത് എന്നൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിലുള്ള സക്കരിയ എന്ന് പറയുന്നൊരു മുസ്ലിയാർ എഴുതി പ്രചരിപ്പിച്ചതാണ് ഈ പാട്ട്. ആ പാട്ടിലുള്ള വരികൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് ആ മുസ്ലിയാർ പറയുന്നത്. ചെറുപ്പം മുതലേ അള്ളാന്റെ മഹാന്മാരെ സ്ഥലത്തിൽ പാട്ട് പാടി വരുന്ന ആളാ. എനിക്കിതൊന്നും പേടില്ല. നമ്മൾ എന്തുകൊണ്ടാണ് എഴുതി അത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിച്ചത്? ഷെയ്ഖുന മടവൂർ, എനിക്കെന്റെ ഷെയ്ഖുന മടവൂർ അങ്ങനെയൊക്കെയാണ്, ഞാൻ അങ്ങനെ എഴുതി. അതിനെ ന്യായീകരിക്കുകയാണ് അയാൾ. മാത്രമല്ല, അയാൾ പറയുന്നത് അത് ആലങ്കാരികമായി പറഞ്ഞതാണ് പോലും. ഏത് CM മടവൂരൻ തന്നെയാണ് ഞങ്ങൾ അള്ളാഹ് എന്നുള്ളത് ഞങ്ങൾ ആലങ്കാരികമായി പറഞ്ഞതാണ്. അങ്ങനെ ആലങ്കാരികമായി പറയാൻ പറ്റുമോ? എന്ത് തെറിയും പറഞ്ഞിട്ട്, അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് തെറിയും പറഞ്ഞിട്ട് അത് ആലങ്കാരികമാണ് എന്ന് പറയാൻ പറ്റുമോ മുസ്ലിയാക്കന്മാരെ? അങ്ങനെ ഉണ്ടല്ലോ ആലങ്കാരികമായി പറച്ചിൽ. അപ്പോൾ അള്ളാഹിനെക്കുറിച്ച് ഒരാൾ ഒരു വളരെ മോശമായ ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹിനെ ആക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് പറയണ അതിനെ അള്ളാഹ് പടച്ചത് തന്നെയല്ലേ, ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു സൂഫിസം ഇസ്ലാമിലുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞത് ചരിത്രം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഫറോവയാണ് അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞത്. എന്നിട്ട് CM മടവൂർ, ആ CM മടവൂരാണ് അത്ര ഞങ്ങളുടെ അള്ളാഹ്. ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പുരോഹിതന്മാരോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ CM മടവൂരിൻ്റെ പേരിൽ പറഞ്ഞുകൂട്ടിയ എന്തൊക്കെ അപരാധങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, കുറച്ചും കൂടെ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെ കാത്തിരിക്കേണ്ടി വരികയുള്ളൂ. ഇവർ തന്നെ പറയും ഞങ്ങൾ അള്ളാഹ് CM മടവൂരാണ് എന്ന് ഇവർ പറയും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. അത് ഇന്ന് അക്ഷരം തെറ്റാതെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പടച്ചവൻ ഈ സമൂഹത്തെ കാക്കട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യാനുള്ളത്. നിങ്ങളെന്താ ഇവിടെ ചെയ്തത്? നിങ്ങളിവിടെ ആദരവിൻ്റെ പേരും പറഞ്ഞ് ചില മാനസിക രോഗികളെ ഔലിയാക്കന്മാരായി അവതരിപ്പിച്ച് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ചെയ്യുന്ന അവൻ്റെ ചില പ്രവർത്തനങ്ങൾ അവരുടെ പേരിൽ നിങ്ങൾ ആരോപിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ മുസ്ലിയാക്കന്മാരെ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട, നിങ്ങളുടെ ആശയധാരയിൽപ്പെട്ട മുസ്ലിയാക്കന്മാരനല്ലേ പ്രസംഗിച്ചത്? CM മടവൂർ തന്നെ, സാക്ഷാൽ CM മടവൂർ തന്നെ ഞാനാണ് അള്ളാഹ് എന്ന്, അനല്ലാ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെന്നല്ലേ പ്രസംഗിച്ചത്? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ പാട്ടിനെ എതിർക്കുന്നത്? ഒന്ന് കേട്ടു നോക്കൂ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാൻ്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഇവർക്ക് എങ്ങനെയാണ് ഈ പാട്ടിനെ എതിർക്കാൻ കഴിയുക? അപ്പം CM മടവൂർ തന്നെയാണ് പറഞ്ഞത് അനല്ലാ, ഞാനാണ് അള്ളാഹ് എന്ന്.
എന്നാൽ അദ്ദേഹത്തിന് ജദ്ബിൻ്റെ ഹാലില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ത്വരീക്കത്ത് ഗ്രൂപ്പിനെയോ ഏതെങ്കിലും ഒരു പ്രത്യേക സമസ്തയിൽപ്പെട്ട വിഭാഗത്തെയോ നിങ്ങൾക്ക് എങ്ങനെ പഴിചാരാൻ കഴിയും? നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന സാക്ഷാൽ CM മടവൂര് തന്നെയാണ് പറഞ്ഞതെന്ത്, ഞാനാണ് അള്ളാഹ് എന്ന്. മാത്രവുമല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയൂല മുസ്ലിയാക്കന്മാരെ. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ അടിസ്ഥാനപരമായി പറഞ്ഞു പഠിപ്പിച്ചു വെച്ച ചില ആശയങ്ങളുണ്ട്. എന്താണ് ആ ആശയങ്ങൾ? നിങ്ങൾ പഠിപ്പിച്ച ചില സൂഫിസമുണ്ട്. അതെന്താണ്? എല്ലാം അള്ളാഹുവാണ് എന്ന് നിങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു. ഇവിടെ അതെല്ലാം അള്ളാണ്, എല്ലാം അള്ളയാണ്. അതുകൊണ്ട് തന്നെ എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. നിങ്ങളിവിടെ പറഞ്ഞു വെച്ചില്ലേ, നിങ്ങളിവിടെ എന്തൊക്കെ സൂഫിസമാണ് പ്രചരിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവുകളെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ചില ഔലിയാക്കളുടെ പേരിൽ നിങ്ങൾ ആരോപിക്കുകയും ചെയ്യും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ, ഉദാഹരണം മാത്രം കാണിക്കാൻ, വിശദമായി മുസ്ലിയാക്കന്മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത സംസാരത്തിൽ കൊണ്ടുവരാം. നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ. നിങ്ങളിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ച സൂഫിസം, ശുദ്ധമായ കുഫ്ർ അല്ലേ, എല്ലാം അള്ളാഹുവാണ്. അതിൽ നിന്നാണ് ഈ നിലക്കുള്ള ആശയങ്ങളൊക്കെ വന്നത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, സമ്പൂർണ്ണ മനുഷ്യൻ അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകം, ആ പുസ്തകം വിവർത്തനം ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ, ലുക്മാനിയ ബുക്ക് സെൻ്ററാണ്. വിവർത്തകൻ ഹാജി KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ. മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ മാനസിക രോഗിയാണെന്നൊന്നും പറയണ്ട, നിങ്ങൾ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. തള്ളുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം പറയുന്ന വരികളൊന്ന് കേട്ടോ. അല്ലാതെ തന്നെ ഓരോ അണുവിലും അവനുണ്ട്, അതിനാൽ ആ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ്. അതിനാൽ അവർ ആരാധിക്കുന്നതും അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയുമല്ല. എന്തിനെ ആരാധിച്ചാലും, അടിവരട്ടോ, എന്തിനെ ആരാധിച്ചാലും അത് അല്ലാഹുവിനേ വരൂ. ആരാധനക്കർഹൻ അവൻ മാത്രം. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അല്ലാഹുവിനുള്ള ആരാധന തന്നെ. അവരുടെ ഉദ്ദേശവും നിയ്യത്തും എന്തായാലും കുഴപ്പമില്ല, ആരാധന അല്ലാഹുവിന് തന്നെയായേ വരൂ. അപ്പോൾ എന്തിനെ ആരാധിച്ചാലും ആ ആരാധന അള്ളാഹ്ക്ക് മാത്രമായേ വരൂ. എല്ലാം അള്ളയാണ്. പിന്നെ CM മടവൂർ അള്ളയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പൈല അപരാധമുള്ളത്? നിങ്ങളുടെ ആശയം തന്നെയാണിത്. മാത്രമല്ല, നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്താണ്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഔലിയാക്കളെ അള്ളാഹു അറിയുന്നത് പോലെ അറിയും, അള്ളാഹു കാണുന്നത് പോലെ കാണും അല്ലേ? CM മടവൂരിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എന്താ? ലോകം നിയന്ത്രിക്കും. ലോകം നിയന്ത്രിക്കുന്നത് ആരാ? അല്ലല്ലേ? വിമാനങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്നാ നിങ്ങളുടെ കൂട്ടത്തിലെ തലമുതിർന്ന മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചത്. കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ മാലകളിലും മൗലിദുകളിലുമൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി കൂട്ടിയിട്ടുള്ളത്? മാലക്കാരൻ പറഞ്ഞത് എന്താണ്? അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, അതേപോലെ ഷെയ്ഖ് പറഞ്ഞാൽ ഉണ്ടാകൂലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പാട്ടിനെ എതിർക്കാൻ കഴിയുക? അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്, നിങ്ങളുടെ ഷെയ്ഖിനും 99 നാമങ്ങളുണ്ട്, മാലയിലില്ലേ? അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്കെങ്ങനെ ഇതിനെ എതിർക്കാൻ കഴിയും? ഈ പാട്ടിൽ പറയുന്നതും നിങ്ങൾ ഇത്രയും കാലം ഇവിടെ പറഞ്ഞതും എഴുതി പിടിപ്പിച്ചതുമായ സംഗതികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഈ പാട്ടിനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ മാലകളും നിങ്ങളുടെ ഈ കുഫ്രിയത്തും അതേപോലെ ഈ സൂഫിസത്തിൻ്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കുഫറും എല്ലാം നിങ്ങൾ തിരുത്തിയെങ്കിൽ മാത്രമേ ഈ പാട്ടിനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരോട് പറയാനുള്ളത്, ഈ കൂടാരത്തിൽ പെട്ടുപോയവരോട് വളരെ നിഷ്പക്ഷമായി ആത്മാർത്ഥതയോടുകൂടെ പറയണം, അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പരലോകം രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ശുദ്ധ കുഫറാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ആശയപരമായി ഇവർ പ്രചരിപ്പിക്കുന്ന ഈ എല്ലാ വിഭാഗങ്ങളും ആശയപരമായി ഒന്ന് തന്നെയാണ് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ഫിത്നയിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.